ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു മോഹൻലാൽ. ഇപ്പോൾ മോഹൻലാൽ പ്രിയപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ എതിർപ്പുകളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തുടക്കം സൂചിപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുകയാണ്. ആ പരസ്യവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചും അതിനേക്കാൾ ഏറെ എതിർത്തും വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോഹൻലാൽ പണത്തിന് വേണ്ടി എന്ത് തെണ്ടിത്തനവും കാണിക്കുമെന്ന വിമർശനം വരെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ പൊതുവെ മലയാള സിനിമയിൽ ഒരു ചൊല്ല്, മലയാള സിനിമാ ലോകത്തും അഭിനയ ലോകത്തും ഒരു ചൊല്ലുണ്ട്. കഥാപാത്രം ഏതുമായിക്കോട്ടെ, മോഹൻലാലിൻ്റെ കയ്യിൽ സുഭദ്രം എന്നാണ്. ഏത് റോളും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു നടനാണ് മോഹൻലാൽ. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം, നമുക്കറിയാം, തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകങ്ങളിൽ അദ്ദേഹം വേഷം ഇട്ടിരുന്നു. സ്ത്രീ വേഷങ്ങളാണ് അഭിനയിച്ചിരുന്നത്. വയസ്സായ അമ്മുമ്മയായിട്ടുമൊക്കെ മോഹൻലാൽ അഭിനയിച്ച സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും പിന്നീട് അത് അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ വളരെ ചെറുപ്പം തൊട്ടേ മോഹൻലാലിൽ ഒരു അഭിനേതാവ് ഉണ്ട്, അല്ലെങ്കിൽ അഭിനയ കലയുടെ തമ്പുരാനാണ് മോഹൻലാൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ ഈ സിനിമാ ലോകമല്ലേ, ഗ്ലാമറിൻ്റെ ലോകമാണ്. പണവും പേരും പ്രശസ്തിയും ഒക്കെ അവിടെ ഒഴിച്ചുകൂടാനാകാത്തതാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും, ഈ അഭിനയിക്കുന്ന എല്ലാവർക്കും പണത്തിനോടുള്ള താല്പര്യം ഉണ്ടാകും, അതില്ലാതിരിക്കില്ല. ഈ ഗ്ലാമർ, പേര്, പ്രശസ്തി ഒക്കെ ആഗ്രഹിക്കാതെ അങ്ങനെ ആഗ്രഹിക്കാത്ത എത്ര നടീനടന്മാർ നമുക്കുണ്ട്? ആരുടെയെങ്കിലും പേര് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഒരു വികാര വിക്ഷോഭങ്ങളുടെ വേലിയേറ്റം ആണ് ഈ അഭിനയത്തിൽ പ്രതിഫലിക്കുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ അഭിനയം കാഴ്ചവെക്കുന്ന നടീനടന്മാരും വളരെ വൈകാരികമായി അവരുടെ ജീവിതത്തിൽ പ്രതികരിക്കുന്നത് സ്വാഭാവികം. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉന്നതിയിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം ഇത്തരം വിവാദങ്ങളിൽ പോയി പെടുന്നത് എന്തിനാണ്? അതങ്ങനെ കാരണം ഒരു തുടക്കക്കാരനാണെങ്കിൽ നമ്മൾ സമ്മതിക്കാം, ഇദ്ദേഹത്തിന് തുടക്കമാണ്, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം നേടിയ ഒരു മോഹൻലാൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട് വിവാദം വരുന്നു. പല വിവാദങ്ങളിൽ തുടർച്ചയായി തന്നെ അദ്ദേഹം വീഴുകയാണ്. അത് എന്തുകൊണ്ടായിരിക്കും? എന്തിനാണ് ഈ മലയാളികൾ അദ്ദേഹം വെറുപ്പിക്കുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ ആ എമ്പുരാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എതിരാകുന്ന കാഴ്ച നാം കണ്ടിരുന്നു. രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നതാണ്. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ വരും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കില്ല ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ കുറേയൊക്കെ ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇനി എന്താണ് അനുഭവം? അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിച്ചാൽ ഇത്രയും വർഷത്തെ കരിയറിൽ അദ്ദേഹം ഇനി പഠിച്ചില്ലെന്ന് പറയുമ്പോൾ അല്ല, അതിനെക്കുറിച്ചാണ് ഞാനും പറഞ്ഞു വന്നത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ പിന്നെ ആ ആളിനെ നമുക്ക് ബുദ്ധിമാൻ എന്ന് പറയാൻ കഴിയില്ല. ഈ പറയുന്ന പോലെ മുമ്പ് പലപ്പോഴും ചില സ്ക്രിപ്റ്റുകൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കാതെ അഭിനയിക്കാൻ കരാറിൽ ഒപ്പിടുന്നു. അവസാനം അതിൻ്റെ പേരിൽ അഭിനയിക്കേണ്ടി വരുന്നു. അങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ട് തൻ്റെ ഒരു വ്യക്തിത്വത്തിന്, അത് മോഹൻലാലോ മമ്മൂട്ടിയോ ആരുമാകട്ടെ, ആ നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ അതിലുണ്ട്, അത് പൊതുസമൂഹത്തിന് അസ്വീകാര്യമാണ് എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ 1, 2, 3 അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് പിന്നീട് അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അങ്ങനെ സംഭവിക്കുന്നില്ല ഇവിടെ പലപ്പോഴും. അത് നമ്മൾ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു, അതെ, അതാണ് ഞാൻ പറയുന്നത്. ഉത്തരവാദിത്വം പോലും പല നടീനടന്മാരിലും നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിനെ പോലൊരാളിന് അത് ഒട്ടും ഗുണകരമല്ല. കാരണം അദ്ദേഹം ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരിക്കുന്നയാളാണ് എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ പല സംഭവ വികാസങ്ങളിലും മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒക്കെ നടൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ള നിലയിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇടപെടലിന് ഫലങ്ങൾ ഉണ്ടാകുന്നു. അത് ആരാണോ അതിൻ്റെ ഗുണഭോക്താക്കൾ അവർക്കത് നല്ല ഫലങ്ങളായിട്ട് വന്നു ചേരുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവരുടെയൊക്കെ ഒരു ഈ വ്യക്തിത്വത്തിലെ ഈ മഹത്വം അല്ലെങ്കിൽ ഈ കരിസ്മ, കലാകാരൻ എന്നുള്ള കരിസ്മ ആ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് ഒരു കാലത്ത് മലയാളി തലയിൽ ചുമന്ന് ആരാധിച്ചിരുന്നു. മലയാളി മാത്രമല്ല, മലയാളിയും തമിഴനും തെലുങ്കനും കന്നഡിയനും ഒക്കെ
തലയിൽ ചുമന്ന് നടന്ന് ആരാധിച്ചിരുന്ന ഒരു താര രാജാവ് തന്നെയാണ് മോഹൻലാൽ. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം, കാരണം ഈ മലയാളികൾ വിമർശിക്കാത്ത കുറച്ച് പേരുണ്ട്, യേശുദാസ്, അതോടൊപ്പം തന്നെ മോഹൻലാൽ, ആ രീതിക്ക് ഉണ്ടായിരുന്ന ഒരു നടനാണ്. അതെ, ഇപ്പോൾ ഇത്രയും എം ടി വാസുദേവൻ നായരൊക്കെ പറയുന്നത് പോലെ ഈ കണ്ടാലും മതിവരാത്ത ചില കാര്യങ്ങൾ കേരളത്തിലുണ്ട്. ഒന്ന് കടലാണ്. കേരളത്തിന്റെ കടൽ തീരം അത്ര മനോഹരമാണ്. നമ്മൾ ഒരു കടൽ തീരത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നമുക്കത് ആ കടൽ തീരം ഉപേക്ഷിച്ച് വരാൻ തോന്നില്ല. അവിടെ നിന്ന് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കൊമ്പനാനയുടെ ചെവിയാട്ടി തല കുലുക്കി തുമ്പിക്കൈയൊക്കെ പൊക്കി എന്താ പറയുക, ഗജരാജ ഒരു ഇതുണ്ടല്ലോ, അത് മലയാളിക്ക് അങ്ങേയറ്റം, ഒരു മലയാളിയും അത് ആസ്വദിക്കാതെ വിടില്ല. ജാതിമത ഭേദമന്യേ, ലിംഗഭേദമന്യേ, പ്രായഭേദമന്യേ മലയാളിയെ എക്കാലത്തും സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ മലയാളിയുടെ മൃദുല വികാരങ്ങളെ തൊട്ടുണർത്തുന്ന ഒന്നാണ് ഈ കൊമ്പനാന. അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മോഹൻലാലിൻ്റെ അഭിനയവും. മോഹൻലാൽ അത്ര നിസ്സാരക്കാരനല്ല. ഒരു മികച്ച നടൻ അദ്ദേഹത്തിലുണ്ട്. പ്രത്യേകിച്ചും സംസ്കൃത നാടകങ്ങളിലൂടെ നമ്മളത് കണ്ടതാണ്. കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ സംസ്കൃത നാടകങ്ങൾ ചിലതെങ്കിലും അരങ്ങത്തെത്തിക്കാൻ, അത് കർണഭാരം പോലെയുള്ള കൃതികളിൽ അദ്ദേഹത്തിന് അത് അരങ്ങത്തെത്തിക്കാൻ സാധിച്ചു. അത് കണ്ട ഒരാളിന് മോഹൻലാൽ സംസ്കൃതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. കാരണം അത് ആ ഡയലോഗ്, അതിലെ വാചികമായ ആ ഒരു അഭിനയം കൂടിയുണ്ട്. അതിനകത്ത് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അഭിനയിക്കുന്നത്. ആ അഭിനയത്തിൽ വളരെ സ്പഷ്ടമായി സ്ഫുടമായി വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ആ കൊട്ടേഷൻസൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ പദ്യശകലങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന മോഹൻലാലിന് സംസ്കൃതം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്ര തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചത്. ഒരു പക്ഷേ ഇനി അങ്ങനെ ഒരാളിനത് ചെയ്യാൻ സാധിക്കുമോ എനിക്കറിയില്ല, സംശയമുണ്ട്. പക്ഷേ ഈ മോഹൻലാൽ അവിടെ വ്യത്യസ്തനാണ്. ഒരു സാധാരണ, നമുക്ക് നടന്മാർ ധാരാളമുണ്ട്. ആ നടന്മാരിൽ വ്യത്യസ്തനായ നടൻ എന്ന് തന്നെ പറയാം, അത് മോഹൻലാലാണ്. ആ കസേരയിലിരിക്കാൻ, ആ പദവിയിലിരിക്കാൻ മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു നടനേ ഉള്ളൂ, അത് മോഹൻലാലാണ്. പക്ഷെ ആ മോഹൻലാലാണ് ഇങ്ങനെ നിരന്തരം വിവാദങ്ങളിൽ പെടുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മോഹൻലാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരും അത് കൂടുതൽ മനസ്സിലാക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു സ്ത്രീയായിട്ട് അഭിനയിച്ചു, അതിലൊന്നും നമുക്കൊരു തെറ്റും പറയാൻ പറ്റില്ല. ഒരു കലാകാരൻ്റെ ധർമ്മമാണ് തൻ്റെ കയ്യിൽ വരുന്ന റോള്, തൻ്റെ കഥാപാത്രത്തെ അങ്ങേയറ്റം മിഴിവാർന്ന ഒരു സൃഷ്ടിയാക്കി മാറ്റാൻ, കാഴ്ചക്കാരന്, എന്താ പറയുക, പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന, തൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോകാൻ പറ്റാത്ത വണ്ണം അവിടെ പിടിച്ചിരുത്തുന്ന തരത്തിൽ അഭിനയിക്കേണ്ടത് ഒരു കലാകാരൻ്റെ, അഭിനേതാവിൻ്റെ, നടൻ്റെ, നടിയുടെ ധർമ്മമാണ്. അതിലൊരു സംശയമില്ല. അത് സ്ത്രീയുടെ വേഷമാണെങ്കിലും പുരുഷൻ്റെ വേഷമാണെങ്കിലും ഇനി നാളെ നപുംസക വേഷമാണെങ്കിലും അത് മനോഹരമാക്കുക എന്നുള്ളതാണ് ആ നടൻ്റെ കർത്തവ്യം, നടൻ്റെ ധർമ്മം, അല്ലെങ്കിൽ നടിയുടെ ധർമ്മം. അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊക്കെ ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലത്ത് ഇതെല്ലാം വലിയ തോതിൽ വിമർശന വിധേയമാകുന്നുണ്ട്. ഈ പറയുന്നത് പോലെ മോഹൻലാൽ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ പോകേണ്ട കാര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. നമുക്കതിനകത്തൊന്നും ഇടപെടാൻ സാധിക്കില്ല. അതുപോലെ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, അത്തരത്തിൽ നമ്മുടെ ഈ ദേശീയതയ്ക്ക്, അല്ലെങ്കിൽ ദേശീയത ചോദ്യം ചെയ്തുകൊണ്ടുള്ള സിനിമകൾ, ചില പ്രത്യേക അജണ്ടകളോടുകൂടിയാണോ അത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അത്തരം ചിത്രങ്ങളിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ അഭിനയിക്കുന്നത് ശരിയാണോ? അത് ഒരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയയെ നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. സോഷ്യൽ മീഡിയയ്ക്കും ഈ ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിൽ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മളെല്ലാവരും അത് അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ ഈ മോഹൻലാലാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. താൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അഭിപ്രായം ഉണ്ടാവും, ഈ ചാന്തുപൊട്ട് സൈസ് ഇതിലൊന്നും അഭിനയിക്കേണ്ട, അത് ശരിയല്ല, മോഹൻലാൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വീരരസം തുളുമ്പുന്ന കഥാപാത്രങ്ങൾ, അത് തെറ്റാണ്. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം എല്ലാത്തരം കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ യോഗ്യതയുള്ള ആളാണ്, അതിന് അർഹതയുള്ള ആളാണ്, അതിന് സ്വാതന്ത്ര്യവുമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ
ഈ പ്രേക്ഷകരെ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി അദ്ദേഹം മാനിക്കേണ്ടതുണ്ട്. അത് എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും അത് യോജിക്കണമെന്നില്ല, പ്രേക്ഷകർ അതിനെ സ്വീകരിക്കണമെന്നുമില്ല. ഇപ്പം 100% പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന, പ്രേക്ഷകർക്ക് സ്വീകാര്യമായ കഥാപാത്രങ്ങൾ മാത്രമേ അവതരിപ്പിക്കൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല ഒരു നടന്. അങ്ങനെ ഉണ്ടെങ്കിൽ മോഹൻലാൽ സതയം പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു. ആ സിനിമ കാണുന്നവർക്ക് ഈ ആ സിനിമയോടും അതിലെ കഥയോടും അതിലെ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തോടും ഒക്കെ വളരെ സമ്മിശ്രമായ വികാരങ്ങളാണ് ഉണ്ടാകുക. ചിലരതിനെ ഇഷ്ടപ്പെടും, ചിലരതിനെ വെറുക്കും, ചിലരതിൽ വലിയ കോപമുണ്ടാകും. അതൊക്കെ ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ വികാര വിക്ഷോഭങ്ങളാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഈ ഏതൊക്കെ സിനിമകളിൽ, ഏതൊക്കെ പരസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കരിയറിന്, അദ്ദേഹം വളരെ ഉയർന്ന് ഒരു ഈ പറഞ്ഞതുപോലെ എവറസ്റ്റ് പോലെ അങ്ങനെ തല ഉയർത്തി, ഹിമാലയത്തെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ഒരു നടനാണ് അദ്ദേഹം. പക്ഷേ എങ്കിലും അതിൽ ഇനി പുഴുക്കുത്തുകൾ ഉണ്ടാകാതെ, അതിലേക്ക് ആരും ഇനി കല്ലെറിയാതിരിക്കാനും കൂടി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും 2 പക്ഷമാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പറയുന്നതിനെ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു നടനെയും നടിയെയും സോഷ്യൽ മീഡിയ എന്ന അളവുകോല് വെച്ച് അളക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞതുപോലെ മോഹൻലാൽ തൻ്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ കുറെ കൂടെ സൂക്ഷ്മത പുലർത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ആ മഹാനായ കലാകാരനിൽ നിന്ന് ഇനിയും മഹത്തായ കലാസൃഷ്ടികൾ മലയാളി പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ, കലയെ ഇഷ്ടപ്പെടുന്നവർ, സിനിമയെ സ്നേഹിക്കുന്നവർ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു തലങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മോഹൻലാലിനെ പോലെയുള്ള നടന്മാരും ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.